പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയ സഹോദരങ്ങളെ, സാബത്ത് ദിനം നാളെ വിഭൂതിയാണ്. നമ്മളുടെ 50 നോമ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി നാളെ ഉപവാസത്തിന് കടമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നൊരു ഉപവാസമൊക്കെ എടുത്ത് നാളെ വൈകിട്ട് ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെയാണ് ഉപവാസം എടുക്കേണ്ടത് കേട്ടോ. നമ്മളിതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ട് എടുക്കാനായിട്ട് പരിശ്രമിക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച്. എന്തായാലും നോമ്പിൻ്റെ തലേ ദിവസം നമ്മുടെ ലിയോ പാപ്പയുടെ ഒരു കോട്ടാണത്. ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ചിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ശുഭാപ്തി വിശ്വാസത്തിലോ മാനുഷിക കണക്കുകൂട്ടലുകളിലോ അല്ല ക്രിസ്തീയ പ്രത്യാശ അടങ്ങിയിരിക്കുന്നത്. ഐ ആം ഗ്രേറ്റ്. ചിലപ്പോൾ നമ്മൾ കേട്ടില്ലേ, എനിക്കതിന് സാധിക്കും. അങ്ങനെ ഒരു സംഭവം അല്ല ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. അതായത് ശുഭാപ്തി വിശ്വാസത്തിലോ മാനുഷിക കണക്കുകൂട്ടലുകളിലോ അല്ല ക്രിസ്തീയ പ്രത്യാശ അടങ്ങിയിരിക്കുന്നത്. മറിച്ച് മനുഷ്യരോടൊപ്പം ആയിരിക്കാനുള്ള ദൈവത്തിൻ്റെ സന്നദ്ധതയിലാണ് ക്രിസ്തീയ പ്രത്യാശ അടങ്ങി. അതായത് എൻ്റെ കൂടെ ആയിരിക്കാനായിട്ടൊരു ദൈവമുണ്ട് എന്നതാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രതീക്ഷ, അത് നമ്മുടെ പ്രത്യാശ. എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എവിടേക്കോ വെച്ച് ജീവിതത്തിൻ്റെ ഒരു വേളയിൽ വെച്ച് ഈ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ നോമ്പാചരണം നമുക്ക് കൃത്യമായ ഒരു ടാർഗറ്റ് നമുക്കുണ്ടാകണം. ഈ ഒരു പ്രത്യാശ എന്നെ സഹായിക്കാനായിട്ട് ഏത് പ്രതികൂലത്തിലാണെങ്കിലും എന്നെ സഹായിക്കാനായി എൻ്റെ യേശു ഉണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൽ ആഴപ്പെടാനായിട്ടുള്ള അതിനായിട്ടുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ വിഭൂതിയാണ്. നാളത്തെ കുർബാനയിൽ നേരം വൈകി പോയേക്കരുത്, നേരത്തെ പോയി പ്രാർത്ഥിച്ചേക്കണം. ഒരു പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോൾ ട്യൂഷൻ അല്ലെങ്കിൽ നേരത്തെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് മുടങ്ങണം. ഇനി നാളത്തെ ദിവസം ഒരിച്ചിരി വൈകി അതിൻ്റെ പേരിൽ ടീച്ചർമാരുടെ അടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഈശോയ്ക്ക് മഹത്വമാണ്. അത് ഈശോയെ ഇന്ന് ലേറ്റ് അതിൻ്റെ പേരിൽ ഇച്ചിരി അടിയൊക്കെ കിട്ടി, അതൊക്കെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വേറെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സിന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവർ ലേറ്റായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഞ്ഞടിയൊക്കെ തരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ശിക്ഷ. അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നാളത്തെ മുഴുവൻ ശുശ്രൂഷകളിലും നമ്മൾ പങ്കെടുക്കാനായിട്ട് മറന്നേക്കരുത്. ഒപ്പം തന്നെ ഈ 50 ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കൂടെ കുമ്പസാരിക്കാനായിട്ട് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിച്ച് നമ്മളെ തന്നെ ആത്മീയമായിട്ട് ഒരുക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.